ഈ വിമാനം ഏത് രാജ്യത്തിലെ ഏത് എയർപോർട്ടിലാണെന്ന് ഞാൻ ചോദിച്ചാൽ ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്ന ചില ആളുകൾ ചിലപ്പോൾ തെറി വിളിച്ചേക്കാം. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. പകരം 21ാം നൂറ്റാണ്ടിന്റെ തലവര തന്നെ മാറി അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൂറ്റാണ്ടായി മാറുന്നത് ഉൾക്കൊള്ളാനാവാതെ സ്വയം പരിഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവരിപ്പോഴും രണ്ട് കഴിയുമില്ലാത്ത AI യുവതിക്ക് ബർത്ത്ഡേ വിഷ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ നഷ്ടപ്പെട്ട അച്ഛൻ വളർത്തുന്ന AI കുഞ്ഞുങ്ങൾക്ക് ലൈക്ക് നൽകുന്ന തിരക്കിലാണ്. അതും ഒന്നും രണ്ടുമല്ല, 75,000-വും 45,000-വും ലൈക്കുകൾ. കൈയില്ലാത്ത അമ്മൂമ്മയും കണ്ണു കാണാത്ത വീട്ടമ്മയും തുടങ്ങി ദാരിദ്ര്യത്തെയും നിസ്സഹായാവസ്ഥയും നിറത്തെയും ആധാരമാക്കി ഉണ്ടാക്കിയെടുത്ത AI ചിത്രങ്ങൾക്ക് മേൽ അവർ സ്നേഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അജ്ഞതയെയും സഹാനുഭൂതിയെയും മുതലെടുത്ത് റീച്ച് ഉണ്ടാക്കുകയും അതിലൂടെ ജീവിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ഇതിന് പിന്നിലെന്നാണ്. അക്ഷരങ്ങളെ വീഡിയോകളാക്കാനും ആരുടെയും ശബ്ദത്തെ സെക്കൻഡുകൾക്കുള്ളിൽ ക്ലോൺ ചെയ്ത് ഏത് ഭാഷയിലും സംസാരിപ്പിക്കാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട ഇതിഹാസ ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീനെ കൊണ്ട് പോലും ടെഡ് ടോക്ക് നടത്താനും AIക്ക് സാധിക്കും. ഈ രംഗച്ചേട്ടൻ എന്തോരം കഴിവുകളാ. അപ്പൊ ഇത്രയും കഴിവുള്ള AI ചേട്ടനെ വിവരസമ്പാദനത്തിനും സത്യം കണ്ടെത്താനും ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങളുടെ വിലപ്പെട്ട സമയം കവർന്നെടുത്ത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് മറഞ്ഞിരുന്ന് കളിയാക്കി ചിരിക്കുന്നവർക്ക് നിങ്ങൾ തലവെച്ച് കൊടുക്കാതിരിക്കുക. എന്താണ് AI? ആരാണ് ഇതിന് പിന്നിൽ? എന്തിനു വേണ്ടിയാണിത് സൃഷ്ടിച്ചെടുത്തത്? ഇങ്ങനെ നൂറുകണക്കിന് സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം. ഇത് കാണുന്ന നിങ്ങൾക്ക് AI-യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആ സംശയങ്ങൾക്കുള്ള മറുപടികൾ ഉൾപ്പെടുത്തി ഒരു ലോങ് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കമന്റ് ആണ് നാളത്തെ കണ്ടന്റ്. താങ്ക് യു.